ഹലോ ഓൾ, നമ്മളിന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. BECയിൽ വരുന്ന ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ശരിക്കും നമ്മൾ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സിലബസിൽ ആകെ ഇത്രേ പറയുന്നുള്ളൂ. പ്രിൻസിപ്പിൾസ് ഓഫ് AM ആൻഡ് FM. അതിൽ AMൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ ഈ വീഡിയോയിലും FMൻ്റെ പ്രിൻസിപ്പിൾ അടുത്ത വീഡിയോയിലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ. ശരിക്കും ഈ ഒരു ടോപ്പിക്കൊക്കെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൽ ഹയർ സെമസ്റ്ററിൽ നമ്മൾ എത്തുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് AM ഒക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് എന്തിനാണ് AM യൂസ് ചെയ്യുന്നത്, എന്തിനാണ് FM യൂസ് ചെയ്യുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. AM എന്താണ് എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ സോഴ്സും ട്രാൻസ്മിറ്ററും ചാനലും റിസീവറും ഡെസ്റ്റിനേഷനും എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സ്പെക്ട്രംസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു ഫിസിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കുന്ന ഡിവൈസാണ് ഇൻഫർമേഷൻ സോഴ്സ് അല്ലേ. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്കുന്ന ഡിവൈസാണ് ട്രാൻസ്മിറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക്കിനെ തിരിച്ച് ഇലക്ട്രിക്കലാക്കുന്ന സർക്യൂട്ടാണ് റിസീവർ. ഇലക്ട്രിക്കലിനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ എന്ത് തന്നെയായിട്ട് മാറും, ഫിസിക്കലായിട്ട് മാറും. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക്കായി മാറ്റുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ആക്ച്വലി റിസീവറിൽ നടക്കുക, ഡീമോഡുലേഷൻ. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഒരുപാട് മോഡുലേഷൻ സ്കീംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മോഡുലേഷനാണ് ആസ് പെർ സിലബസ് പഠിക്കാനുള്ളത്. ഒന്ന് AM അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഒന്ന് FM അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഇതാണ് മോഡുലേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഡെഫിനീഷൻ നോക്കാം. ഡെഫിനീഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ വേവ് ഫോം വരയ്ക്കുമ്പോൾ ബേസിക്കലി അതിന് രണ്ട് ഇൻപുട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഒരു സൈനസോയ്ഡൽ ഇൻപുട്ടാണ്. ഈ സൈനസോയ്ഡൽ ഇൻപുട്ടിനെ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നാണ് പറയുക. മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ എന്നാണ് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടിനെ പറയുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇൻപുട്ട്. നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതൊരു സൈനസോയ്ഡൽ വേവാണ്. ഇതിന് ആക്ച്വലി നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് നമ്പർ 2ന് നമ്മൾ പറയുന്ന പേരാണ് ക്യാരിയർ വേവ്. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മോഡുലേറ്റിംഗ് ഇൻപുട്ടും ഒരു ക്യാരിയർ ഇൻപുട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ AM ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ക്യാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വെർ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ടായിരുന്നു, ക്യാരിയർ സിഗ്നൽ ഉണ്ടായിരുന്നു. നമുക്കുള്ള ഈ ക്യാരിയർ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും, ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ക്യാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വെർ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്യാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. എന്തിനനുസരിച്ചാണ് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, ഈ ക്യാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൂടുന്നതിനനുസരിച്ച് ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും, മോഡുലേറ്റിംഗ് സിഗ്നൽ കുറയുന്നതിനനുസരിച്ച് ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അപ്പോൾ ഈ രീതിയിലൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ. ബട്ട് ഹിയർ ദ ഫ്രീക്വൻസി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ ആംപ്ലിറ്റ്യൂഡാണ് അല്ലേ. കോൺസ്റ്റൻ്റ് ആവുന്ന പാരാമീറ്റർ എന്താണ്, ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു മോഡുലേഷൻ സ്കീമിനെയാണ് നമ്മൾ AM എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് മീൻ ബൈ ഫ്രീക്വൻസി മോഡുലേഷൻ ഓർ വാട്ട് ഈസ് മീൻ ബൈ FM. അപ്പോൾ നമ്മളൊരു ഫ്രീക്വൻസി മോഡുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം FM ആണ് ഫ്രീക്വൻസി മോഡുലേഷൻ. It is defined as the process of changing the frequency of carrier signal with respect to modulating signal where amplitude is constant. അപ്പോൾ എന്താണ്, the process of changing the frequency of carrier signal. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് അല്ല,
ഒരു കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചും കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറുകയാണെങ്കിൽ ഇതിനെ നമുക്ക് FM എന്ന് പറയാം. അപ്പോൾ ഒരു ഫ്രീക്വൻസി മോഡുലേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. So the process of changing the frequency of carrier signal with respect to modulating signal where amplitude is constant is called FM. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും ഒരു FM എന്താണ്, ഒരു AM എന്താണ്. അപ്പോൾ FM നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. FM ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് AM ആണ്. അപ്പോൾ AM വെച്ചിട്ട് കുറച്ച് ബേസിക് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ AMൻ്റെ ഡെഫിനേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് FM എന്താണെന്നും AMും FMും തമ്മിലുള്ള കമ്പാരിസണാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇതായിരുന്നു കാരിയർ സിഗ്നൽ. അപ്പോൾ നിങ്ങൾ നോക്ക്, കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നിങ്ങളിതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആക്ച്വലി എന്ത് സംഭവിച്ചു? നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്ന കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നു അല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? നമുക്ക് ജനറലി നമുക്ക് കിട്ടേണ്ട കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതായിരുന്നു. ഈ ആംപ്ലിറ്റ്യൂഡ് വളരെ മൈന്യൂട്ട് വാല്യൂ ആയിട്ട് മാറി. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് കൂടി, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആവുന്ന പാരാമീറ്റർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ കാരിയറിൻ്റെ ഫ്രീക്വൻസി എന്താണോ അതേ ഫ്രീക്വൻസിയാണ് എനിക്ക് AMന് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി നമ്മൾ പറഞ്ഞ ഫിഗർ അല്ലേ. അപ്പോൾ ഫിഗർ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ എടുത്തു. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള സൈൻ വേവ് ആണ് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ഡയഗ്രം പറഞ്ഞ സമയത്ത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു കാരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ട് അതിനെ മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. മെസ്സേജ് സിഗ്നലിനേക്കാളും ഫ്രീക്വൻസി കൂടിയ സിഗ്നലാണ് നമ്മുടെ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വേവ് ഫോം ഒന്ന് ജസ്റ്റ് AMൻ്റെ വേവ് ഫോം ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. ഇത് വരയ്ക്കാൻ വളരെ ഈസിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് അല്ലേ. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിള്, പോസിറ്റീവ് ഹാഫ് സൈക്കിള്, നെഗറ്റീവ് ഹാഫ് സൈക്കിള്, ഇങ്ങനെയാണല്ലോ ആക്ച്വലി എൻ്റെ വേവ് ഫോം വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എൻ്റെ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരും. അപ്പോൾ ഞാനതൊരു ജസ്റ്റ് ഡോട്ടഡ് ലൈനായിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. സോ ഇതാണ് ആക്ച്വലി ഞാൻ എൻ്റെ ആക്ച്വൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇവിടെ അതുപോലെ വരച്ചു. അതായത് പോസിറ്റീവിലും നെഗറ്റീവിലും വരച്ചു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു എന്നല്ല നമ്മൾ പറഞ്ഞത്. ആ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ഞാൻ ഇവിടെ വരച്ചു. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. അങ്ങനെയല്ല ആക്ച്വലി വരിക. യെസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ വേവ് ഫോം വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി നമുക്കിതിൽ നമ്മളെ വേവ് ഫോം വരച്ചൂടെ. കാരിയർ എന്താണോ കിട്ടിയിരിക്കുന്നത് അതേ ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസി വരയ്ക്കണം. സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ തെറ്റിപ്പോവും നമ്മുടെ ഫിഗർ. യെസ്. സോ ദിസ് ഈസ് ആക്ച്വലി AM. ഇതാണ് നമ്മുടെ AM സിഗ്നൽ. അപ്പോൾ ആക്ച്വലി ഈ സിഗ്നലിനെ നമ്മൾ VM എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഈ സിഗ്നലിനെ നമ്മൾ VC എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഈ സിഗ്നലിനെ നമ്മൾ VAM എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വേർ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റൻറ്റ്, ദിസ് ഈസ് കോൾഡ് AM. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിതിൻ്റെ വേവ് ഫോം ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു മിനിമം ആംപ്ലിറ്റ്യൂഡും ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡും കിട്ടുന്ന ഒരു പോയിൻറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമുക്ക് AMൻ്റെ വേവ് ഫോം ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ AM വേവ് ഫോം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ FM വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒറ്റ ചേഞ്ചേ ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ നമുക്കതിൻ്റെ വേവ് ഫോം അടുത്ത വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നമ്മളിപ്പോൾ എ എം ഡിസ്കസ് ചെയ്തു, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ എ എമ്മിൽ നമുക്ക് ആദ്യം ഡിറ്റർമൈൻ ചെയ്യാനുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്, അതുപോലെ എന്താണ് അതിൻ്റെ ബേസിക് ഫൈനൽ എക്സ്പ്രഷൻ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എ എമ്മിൻ്റെ, അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മളെങ്ങനെ വരയ്ക്കും, അതിൻ്റെ ബാൻഡ് വിഡ്ത്തും പവറും നമ്മളെങ്ങനെ കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിൽ പറയുന്ന ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഡെറിവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നൊരു പാരാമീറ്റർ മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു പാരാമീറ്ററാണ്. അപ്പോൾ നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് ആൻഡ് കാരിയർ സിഗ്നൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ റേഷ്യോ കോമൺലി നോൺ ആസ് മോഡുലേഷൻ ഇൻഡെക്സ് ഓർ മോഡുലേഷൻ ഫാക്ടർ ഓർ മോഡുലേഷൻ കോയിഫിഷ്യൻറ്റ് ഓർ ഡിഗ്രി ഓഫ് മോഡുലേഷൻ. അപ്പോൾ എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്, മോഡുലേഷൻ ഫാക്ടർ, മോഡുലേഷൻ കോയിഫിഷ്യൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമൺ റേഷ്യോ ആണ് ആക്ച്വലി ഇതല്ലേ. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് ആൻഡ് കാരിയർ സിഗ്നൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദെയർ റേഷ്യോ. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെയും കാരിയർ സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫിഗറിൽ നമുക്കൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ടായിരുന്നു വി എം, ഒരു കാരിയർ സിഗ്നൽ ഉണ്ടായിരുന്നു വി സി. രണ്ടിൻ്റെയും കൂടി ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടും. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ നോക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് എം ഈക്വൽ ടു വി എം ബൈ വി സി. വി എം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡും വി സി എന്ന് പറഞ്ഞാൽ നമ്മളെ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡുമാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആയിരിക്കും ആക്ച്വലി എന്ത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ എ എമ്മിൽ നമുക്ക് ജനറലി വരുന്നത് 0ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് മോഡുലേഷൻ ഇൻഡെക്സ് വരിക. അപ്പോൾ ഈ മോഡുലേഷൻ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഗിവൺ എ എം വേവ് ഈസ് 5 വോൾട്ട്, മെസ്സേജ് സിഗ്നൽ ഈസ് 3 വോൾട്ട്, ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. ഇത് നമ്മുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ് അല്ലേ. മോഡുലേഷൻ ഇൻഡെക്സ് എം ഈക്വൽ ടു വി എം ബൈ വി സി. നമുക്ക് ഓൾറെഡി വി എം തന്നിട്ടുണ്ട്. എന്താണ് വി എം? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഗിവൺ എ എം വേവ് ഈസ് 5 വോൾട്ട് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 2 വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഒന്ന് 5 വോൾട്ടും ഒന്ന് 3 വോൾട്ടും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഗിവൺ എ എം വേവ് ഈസ് 5 വോൾട്ട് ആൻഡ് മെസ്സേജ് സിഗ്നൽ ഈസ് 3 വോൾട്ട്. അപ്പോൾ മെസ്സേജ് സിഗ്നൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് വി എം എത്രയാണ്? 3 വോൾട്ടാണ്. അപ്പോൾ രണ്ടാമത് തന്നിരിക്കുന്ന ആ 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി സി ആയിരിക്കും. വി സി എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടി 3/5. സോ ഇത് വളരെ ക്ലിയർ ആണല്ലോ. ദിസ് മോഡുലേഷൻ ഇൻഡെക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. 0നും 1നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഒരു മോഡുലേഷൻ ഇൻഡെക്സ് എന്നിട്ട് അതിൽ മോഡുലേറ്റിംഗ് സിഗ്നലും കാരിയർ സിഗ്നലും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ വാല്യൂ എപ്പോഴും മോഡുലേറ്റിംഗ് സിഗ്നലും വലിയ വാല്യൂ എപ്പോഴും കാരിയർ സിഗ്നലായിട്ട് എടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ റേഷ്യോ കറക്റ്റ് ആവുള്ളൂ, ഒന്നിനേക്കാളും താഴെയുള്ള വാല്യൂ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടിയും ഇതിൻ്റെ ബേസിൽ ചെയ്തു നോക്കാം. കാൽക്കുലേറ്റ് ദി മോഡുലേഷൻ ഇൻഡെക്സ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ ഇഫ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജസ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഓഫ് കാരിയർ ആർ 40 × sin omega t and 50 × sin omega ct റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സിഗ്നൽ കണ്ടോ? ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? 40 × sin omega m × t ആണ്. രണ്ടാമത് തന്നിരിക്കുന്ന സിഗ്നലോ 50 × sin omega c × t ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വളരെ ക്ലിയർ ആണ്. sin omega m എന്നുകൊണ്ടത് മോഡുലേറ്റിംഗ് സിഗ്നലും sin omega c വന്നുകൊണ്ടത് കാരിയർ സിഗ്നലുമാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടി വി എമ്മിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും. ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് വി എം 40. അപ്പോൾ വി സി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റൻ്റായ 50 ആണ്. അപ്പോൾ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാം. 40/50. 40/50 അല്ലേ. എത്ര വരിക? 40/50 എന്ന് പറയുന്നത് ആക്ച്വലി മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് 0.8 കിട്ടും. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് മാത്രമല്ല കാണാൻ പറഞ്ഞത്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ ആണ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് എം കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? 40/50 × 100 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത് 80% എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജനറലൈസ് ആയിട്ടുള്ള ഫോർമുല വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി പാരാമീറ്റേഴ്സും കൂടി നോക്കാം. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എ എമ്മിൻ്റെ വോൾട്ടേജ് ഇക്വേഷനാണ്.
അല്ലെങ്കിൽ എ എമ്മിൻ്റെ ഫൈനൽ ഫോമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ലെങ്തി ഡെറിവേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി എ എം വേവ് ഫോം എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഞാൻ എൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ വി എ എം ഈക്വൽ ടു വി സി ഇൻറ്റു കോസ് ഒമേഗ സി ടി. എന്താണ്? വി സി ഇൻറ്റു കോസ് ഒമേഗ സി ടി പ്ലസ് എം ഇൻറ്റു വി സി ബൈ ടു കോസ് ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി പ്ലസ് എം ഇൻറ്റു വി സി ബൈ ടു കോസ് ഓഫ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി. ഇങ്ങനെ 3 ടേമാണ് നമ്മുടെ എ എമ്മിൻ്റെ ഫൈനൽ എക്സ്പ്രഷനിൽ വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കുക. അപ്പോൾ നമ്മളൊരു എ എമ്മിൻ്റെ ബേസിക് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എ എമ്മിൻ്റെ ബേസിക് ഇക്വേഷനിൽ നമുക്ക് വരുന്ന എന്താണ്? വി സി ഇൻറ്റു കോസ് ഒമേഗ സി ടി എന്നുള്ളൊരു എക്സ്പ്രഷൻ വരുന്നുണ്ട് അല്ലേ. വി സി ഇൻറ്റു കോസ് ഒമേഗ സി ടി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിതൊരു കാരിയർ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എം ഇൻറ്റു വി സി ബൈ ടു കോസ് ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ ഇൻറ്റു ടി എന്നുള്ളത് ആക്ച്വലി ഒരു ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ എം ഇൻറ്റു വി സി ബൈ ടു കോസ് ഓഫ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി എന്നുള്ളത് നമ്മളൊരു ഫ്രീക്വൻസിയെ റെസ്പോൺസ് ചെയ്യുന്നു, അപ്പർ സൈഡ് ബാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 ടേമായിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാണ്. ദ ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ് അൺമോഡുലേറ്റഡ് കാരിയർ. ദ 2 അഡീഷണൽ ടേംസ് റെപ്രസെൻറ്റ് 2 സൈഡ് ബാൻഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എ എമ്മിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വി സി ഇൻറ്റു കോസ് ഒമേഗ സി ടി എന്ന് പറഞ്ഞാൽ കാരിയർ സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എം ഇൻറ്റു വി സി ബൈ ടു കോസ് ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എം ഇൻറ്റു വി സി ബൈ ടു കോസ് ഓഫ് ഒമേഗ സി പ്ലസ് ഒമേഗ എം എന്ന് പറയുന്നത് അപ്പർ സൈഡ് ബാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം 3 ടേമാണ് ഒരു എ എമ്മിൽ വരുന്നത്. ഒരു ലോവർ സൈഡ് ബാൻഡ്, ഒരു അപ്പർ സൈഡ് ബാൻഡ്, ഒരു കാരിയർ. 3ൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതി അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ ഈ നമ്മുടെ എക്സ്പ്രഷനിൽ കാണുന്ന ആദ്യത്തെ ടേം. ഇത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഇത് എൽ എസ് പിയുടെ ആംപ്ലിറ്റ്യൂഡ്, ഇത് യു എസ് പിയുടെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വോൾട്ടേജ് ഇക്വേഷനിൽ നിന്ന് നമുക്കതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ ഈ ലോവർ സൈഡ് ബാൻഡ്, അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത്. നമ്മളിവിടെ ഒരു ഫ്രീക്വൻസി വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ കാരിയർ വരയ്ക്കുന്നത് എഫ് സി. ഇതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റിലാണ് നമുക്ക് എൽ എസ് പി വരിക, റൈറ്റ് മോസ്റ്റിലാണ് നമുക്ക് യു എസ് പി വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, എഫ് സി എന്നുള്ളൊരു ഫ്രീക്വൻസി നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ എഫ് സിയിൽ നിന്ന് എഫ് എം സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് ലോവർ സൈഡ് ബാൻഡ് കിട്ടുക. എഫ് സിൻ്റെ കൂടെ എഫ് എം ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അപ്പർ സൈഡ് ബാൻഡ് കിട്ടുക. അപ്പോൾ ലോവർ സൈഡ് ബാൻഡും അപ്പർ സൈഡ് ബാൻഡും കാരിയറും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കാം. So figure shows the frequency spectrum of AM wave. Here horizontal axis represent frequency and vertical axis represent amplitude of the signal. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി മാർക്ക് ചെയ്തു അല്ലേ. വൈ ആക്സിസിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ പറഞ്ഞതാണ്, നമ്മളൊരു കാരിയർ സിഗ്നലാണ് എടുക്കുന്നതെങ്കിൽ ആ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്താണ്? കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി സി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വി സി എന്ന് മാർക്ക് ചെയ്യാം. ഒരു ലോവർ സൈഡ് ബാൻഡും ഒരു അപ്പർ സൈഡ് ബാൻഡും ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ് എം ഇൻറ്റു വി സി ബൈ ടു. ഇവിടെയും എം ഇൻറ്റു വി സി ബൈ ടു. അപ്പോൾ ഈ എം ഇൻറ്റു വി സി ബൈ ടു എന്നുള്ളത് ഓൾവേസ് ലെസ് ദാൻ വി സി ആയിരിക്കും. കാരണം മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിനേക്കാളും ചെറുതുമാണ്. വി സി ബൈ ടു എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ എക്സ്പ്രഷൻ ചെറുതാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള 2 സൈഡ് ബാൻഡ് നമ്മളിവിടെ മാർക്ക് ചെയ്തു, എൽ എസ് പിയും യു എസ് പിയും. അതിനേക്കാളും ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഒരു സിഗ്നലാണ് നമ്മുടെ കാരിയർ സിഗ്നൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു എ എം സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വരച്ചു. എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ വോൾട്ടേജും വരച്ചു. ലോവർ സൈഡ് ബാൻഡിൻ്റെ വോൾട്ടേജ് എം ഇൻറ്റു വി സി ബൈ ടു, അപ്പർ സൈഡ് ബാൻഡിൻ്റെ വോൾട്ടേജ് എം ഇൻറ്റു വി സി ബൈ ടു, കാരിയറിൻ്റെ വോൾട്ടേജ് എന്താണ്? വി സി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എ എമ്മിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാൻഡ് വിഡ്ത്ത് ജനറലായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. വി നോ ദാറ്റ് ബാൻഡ് വിഡ്ത്ത് ക്യാൻ ബി മെഷേർഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ലോവർ ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ ഫ്രം ഹയർ ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ. അപ്പോൾ നമുക്കൊരു ഹയർ ഫ്രീക്വൻസിയും ഒരു ലോവർ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് ലോവർ ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു റേഡിയോൻ്റെ ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി റേഞ്ച് പറയുക? ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി തൊട്ട് ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി വരെ.
അത് ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് ലോവർ ഫ്രീക്വൻസി കുറച്ച് അതിൻ്റെ മൊത്തം നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന നെറ്റ് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി എഫ് സി പ്ലസ് എഫ് എമ്മും ലോവർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി എഫ് സി മൈനസ് എഫ് എമ്മും ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? എഫ് യു എസ് പി മൈനസ് എഫ് എൽ എസ് പി അല്ല വരിക. അപ്പോൾ ബേസിക്കലി നമ്മൾ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇങ്ങനെയല്ല, നമുക്ക് എങ്ങനെ എഴുതാം? എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി മൈനസ് എഫ് എം എന്ന് എഴുതാം അല്ലേ? എഫ് സി പ്ലസ് എഫ് എം എന്ന് പറയുന്നത് അപ്പർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസിയും എഫ് സി മൈനസ് എഫ് എം എന്നുള്ളത് ലോവർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി പ്ലസ് എഫ് എം എന്ന് കിട്ടും. ഇവിടെ ഏതൊക്കെ ടേം ക്യാൻസലായി പോവും? ആക്ച്വലി ഈ എഫ് എമ്മും മാത്രം അവിടെ കിട്ടും. ഈ എഫ് സിയും മൈനസ് എഫ് സിയും ക്യാൻസലായി പോവും. അപ്പോൾ നമുക്കിവിടെ ബാൻഡ് വിഡ്ത്തിൻ്റെ വാല്യൂ കിട്ടും. ബാൻഡ് വിഡ്ത്ത് വിൽ ബി ഇക്വാലന്റ് ടു 2 ഇൻറ്റു എഫ് എം. അപ്പോൾ എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിച്ചത്? നമ്മളിപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്ന് അപ്പർ സൈഡ് ബാൻഡിൽ നിന്ന് ലോവർ സൈഡ് ബാൻഡ് സബ്ട്രാക്ട് ചെയ്തു. എഫ് സി പ്ലസ് എഫ് എമ്മിൽ നിന്ന് എഫ് സി മൈനസ് എഫ് എം സബ്ട്രാക്ട് ചെയ്തു. എനിക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടി 2 എഫ് എം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് പറയാം. ദെർഫോർ ദ ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ഫോർ എ എം ഈസ് ട്വൈസ് ആസ് ദി ഫ്രീക്വൻസി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന എ എമ്മിൻ്റെ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. എ എം ബാൻഡ് വിഡ്ത്ത് നമ്മൾ പറഞ്ഞു, എ എമ്മിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എ എമ്മിൻ്റെ പവർ ഇക്വേഷനാണ്. അപ്പോൾ എ എമ്മിൻ്റെ പവർ ഇക്വേഷനും നമ്മൾ ഇതുപോലൊരു ലെങ്തി ഡെറിവേഷനിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കതിൻ്റെ ഇക്വേഷൻസ് മാത്രം നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പവർ ഇക്വേഷൻസ് ബേസിക്കലി കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം? വി ഹാവ് സീൻ ദാറ്റ് എ എം വേവ് ഹാസ് 3 കോമ്പണൻറ്റ്സ്: അൺമോഡുലേറ്റഡ് കാരിയർ, എൽ എസ് പി ആൻഡ് യു എസ് പി. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കാരിയറും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ലോവർ സൈഡ് ബാൻഡും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന അപ്പർ സൈഡ് ബാൻഡും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ടോട്ടൽ പവർ വിൽ ബി ഇക്വാലന്റ് ടു പി സി പ്ലസ് പി എൽ എസ് പി പ്ലസ് പി യു എസ് പി എന്ന് പറയാം, ആണല്ലോ. അപ്പോൾ പി സി പ്ലസ് പി എൽ എസ് പി പ്ലസ് പി യു എസ് പി നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് ഫൈനലി പവർ ഇക്വേഷൻസ് കിട്ടും. ടോട്ടൽ പവർ ട്രാൻസ്മിറ്റഡ് വിൽ ബി ഇക്വാലന്റ് ടു പി സി ഇൻറ്റു 1+m²/2. അപ്പോൾ എന്താണ് പി ടി ടോട്ടൽ പവർ? പി സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? കാരിയറിൻ്റെ പവറാണ് പി സി. അപ്പോൾ ടോട്ടൽ പവർ വിൽ ബി ഇക്വാലന്റ് ടു കാരിയർ പവർ ഇൻറ്റു 1+m²/2. വാട്ട് ഈസ് എം? എം ഇൻഡിക്കേറ്റ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓൾറെഡി അറിയാം ദ മോഡുലേഷൻ ഇൻഡെക്സ് റേഞ്ച് ബിറ്റ്വീൻ 0 to 1. 0 എന്നുള്ളത് മിനിമം വാല്യൂവും 1 എന്നുള്ളത് മാക്സിമം വാല്യൂ ആണെങ്കിൽ, അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓൾറെഡി എഴുതാം. പി ടി ഈക്വൽ ടു പി സി ഇൻറ്റു 1+1/2 എന്ന് എഴുതാം. അപ്പോൾ 1+1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 1+1/2 എന്ന് പറഞ്ഞാൽ 1+ ആരാന്നല്ലേ? 1.5. അപ്പോൾ പി ടി ഈക്വൽ ടു 1.5 പി സി എന്ന് എഴുതാം. ഫോർ മാക്സിമം മോഡുലേഷൻ ദ മോഡുലേഷൻ ഇൻഡെക്സ് വിൽ ബി 1. ഈ സമയത്ത് നമുക്ക് എഴുതാം ടോട്ടൽ പവർ ട്രാൻസ്മിറ്റഡ് ഈക്വൽ ടു 1.5 ഇൻറ്റു കാരിയർ പവർ ട്രാൻസ്മിറ്റഡ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലൊരു ചെറിയ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ നമ്പർ 3. എ 220 watt carrier is modulated to a depth of 50%. A 220 watt carrier is modulated to a depth of 50%. Calculate the total power. അപ്പോൾ വളരെ ക്ലിയർ ആണ്. പവർ എത്രയാണ്? പി സി നമുക്ക് തന്നിട്ടുണ്ട് 220 വാട്ടാണ്. ടു എ ഡെപ്ത് ഓഫ് 50% എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മോഡുലേഷൻ ഇൻഡെക്സ് പറഞ്ഞ സമയത്ത് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് പറഞ്ഞിരുന്നു. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തൊക്കെയായിരുന്നു? ദിസ് ഈസ് ഓൾസോ കോൾഡ് മോഡുലേഷൻ ഇൻഡെക്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മോഡുലേഷൻ ഫാക്ടർ, മോഡുലേഷൻ കോയിഫിഷ്യൻ്റ്, ഡിഗ്രി ഓഫ് മോഡുലേഷൻ. അപ്പോൾ ഡെപ്ത് അല്ലെങ്കിൽ ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 50% ഡെപ്ത്. അപ്പോൾ ഈ 50% എന്ന് പറയുന്നത് പെർസെൻറ്റേജ് അല്ലേ? 50/100. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് വരിക 0.5. അപ്പോൾ ഒരു പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 0-നും 1-നും ഇൻബിറ്റ്വീനായിട്ടാണല്ലോ മോഡുലേഷൻ ഇൻഡെക്സ് വരിക. അതിന് 100 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടി 0.5. ടോട്ടൽ പവർ അല്ല, കാരിയർ പവർ നമുക്ക് കിട്ടി എത്രയാണ്? 220 വാട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ പവർ കണ്ടുപിടിക്കാം. പി ടി ഈക്വൽ ടു പി സി ഇൻറ്റു 1+m²/2. എന്ത് വരും? പി സി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം 220 ഇൻറ്റു 1+0.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.
അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ദ ആൻസർ വിൽ ബി ടോട്ടൽ പവർ ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു 247.5 വാട്ട് എന്ന് കിട്ടും. ഇതായിരിക്കും എനിക്ക് ടോട്ടലി കിട്ടുന്ന പവർ. 247.5 വാട്ടാണ് എനിക്ക് കിട്ടുന്ന ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് AM ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് ലെങ്തി ആയിപ്പോയി നമ്മുടെ സെഷൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ FM എന്താണെന്ന് പഠിക്കാം. അതുപോലെ AM ഉം FM തമ്മിലുള്ള ബേസിക് കമ്പാരിസൺ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.